എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫെലി മിസ്റ്റർ ജോഹാന്റെ അടുത്ത് വന്ന് ജോർദനോട് താങ്കൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, പകരം അവന്റെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ അവന്റെ കൂടെ നിൽക്കണമായിരുന്നു. താൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ജോർദന്റെ മനസ്സ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്. അവൻ ഏറ്റവും കൂടുതൽ ഈ ടൈമിൽ ആഗ്രഹിച്ചത് താങ്കളുടെ സപ്പോർട്ടാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവന്റെ ഡാഡ് അവന്റെ കൂടെ ഉണ്ടാകുമെന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ മിസ്റ്റർ ജോഹാൻ റിയലൈസ് ചെയ്യുന്നു താൻ ചെയ്ത് തെറ്റാണെന്ന്. അദ്ദേഹം ഫെലിയോട് തന്നോട് സംസാരിച്ചതിൽ താങ്ക്സ് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജോർദൻ റൂമിലിരിക്കുമ്പോൾ ആരോ ഡോർ നോക്ക് ചെയ്യുന്നു. അവൻ വന്ന് നോക്കുമ്പോൾ മിസ്റ്റർ ജോഹാൻ ആയിരുന്നു. അദ്ദേഹം റൂമിനകത്തേക്ക് വരുന്നു. ജോർദൻ ഒന്നും മിണ്ടാതെ അവന്റെ കാര്യങ്ങൾ ചെയ്യുകയാണ്. റൂം മുഴുവൻ നോക്കിയ ശേഷം മിസ്റ്റർ ജോഹാൻ അവനോട്, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞാൻ ഈ റൂമിൽ വന്നിട്ട് ഒരുപാട് നാളുകളായെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേട്ട് ജോർദൻ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. അവന്റെ ബെഡിൽ കുറെ പേപ്പേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ അവൻ എഴുതിയ സോങ്സ് ആണ്. ഇത് നോക്കി മിസ്റ്റർ ജോഹാൻ, ഇതെല്ലാം നീ എഴുതിയാണോ ചോദിക്കുന്നു. അവൻ അതേന്ന് പറയുന്നുണ്ട്. ആ റൂമിൽ 3-4 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇരിപ്പുണ്ട്. ഇതെല്ലാം നോക്കി അദ്ദേഹം, നിനക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പ്ലേ ചെയ്യാൻ അറിയാമോ ചോദിക്കുന്നു. അറിയാമെന്നും അവൻ പറയുന്നുണ്ട്. ഞാൻ നിന്നിൽ ഒരുപാട് പ്രൗഡാണെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. ഇത് കേട്ട് ജോർദൻ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. സോറി, ഞാൻ ഈ കാര്യങ്ങളൊന്നും നേരത്തെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എന്നും നിന്നിൽ ഒരുപാട് പ്രൗഡാണ്. ഇനി മുതൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ജോർദൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞാൻ കാരണം താങ്കൾക്ക് ഒരുപാട് പണത്തിന്റെ നഷ്ടം സംഭവിച്ചു എന്ന് അവൻ പറയുന്നു. പണത്തെക്കുറിച്ച് ആലോചിച്ച് നീ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ലൈഫിലും ഒരുപാട് ചീറ്റിംഗ് അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ പാർട്ട്നേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ക്ലയൻസിൽ നിന്ന്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയാം നിങ്ങളിത് അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വഴക്ക് പറയുമെന്ന്. ഇതെല്ലാം കേട്ട് ജോർദൻ സ്മൈൽ ചെയ്യുന്നു. എനിക്ക് വേണ്ടി നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് മിസ്റ്റർ ജോഹാൻ ചോദിക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗ് സ്കൂളിൽ എല്ലാവരും എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാണ്. നോട്ടീസ് ബോർഡിൽ ഒരു പേപ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് വായിച്ച് സ്റ്റുഡൻസ് എല്ലാവരും, ഇതെല്ലാം സത്യമായിരിക്കുമോ, മിസ്റ്റർ ജോഹാൻ ഇതുപോലൊരു പേഴ്സൺ ആയിരിക്കും എന്നൊക്കെ ചോദിക്കുന്നു. ഫെലി അവിടേക്ക് വരുമ്പോൾ എല്ലാവരും നോട്ടീസ് ബോർഡിൽ നിന്ന് മാറി നിൽക്കുന്നു. നോട്ടീസ് ബോർഡിലെ പോസ്റ്റർ കണ്ട് ഫെലി ഷോക്ക് ആകുന്നുണ്ട്. അതിനകത്തെല്ലാം അവളുടെയും ബാക്കി 4 പേരുടെയും ഫോട്ടോസാണുള്ളത്. ഈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് ക്ലോയി ആണെന്ന് നമുക്കറിയാവുന്നതാണ്. സോ സ്റ്റുഡൻസിനെ ഡിസ്കസ് ചെയ്യുന്നത് ഫെലി മിസ്റ്റർ ജോഹാന് മറ്റൊരു ലേഡിയിൽ ഉണ്ടായ മകളാണെന്നും അതുകൊണ്ടാണ് അവൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ മാൻഷനിൽ താമസിക്കുന്നതെന്നുമാണ്. അവിടെ നിന്ന് സ്റ്റുഡൻസ് എല്ലാവരും ഫെലിയെ കളിയാക്കുന്നു. രാഗിയും മറ്റു ടീമും അവിടേക്ക് വരുന്നുണ്ട്. അവരും ഇതെല്ലാം കേൾക്കുന്നു. ഫെലി അവരോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ആ ഗേൾസ് ആകട്ടെ ഒരു മൈൻഡും ഇല്ലാതെ വീണ്ടും അവളെ കളിയാക്കുകയാണ്. രാഗ അവരോട് ദേഷ്യപ്പെടുന്നു, അവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. നോട്ടീസ് ബോർഡിൽ ഉണ്ടായിരുന്ന ആ ഫോട്ടോസും ന്യൂസും എല്ലാം എല്ലാവരും കാണുന്നു. ഇത് കണ്ട് രാഗ ദേഷ്യത്തിൽ ഫെലിയോട്, സത്യം പറ, നീ എൻ്റെ ഫാദറിന്റെ മകളാണോ ചോദിക്കുന്നു. രാഗ തന്നോട് ഇങ്ങനെ ചോദിക്കുന്ന കേട്ട് ഫെലി ഷോക്ക് ആകുന്നുണ്ട്. നിനക്ക് എങ്ങനെ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ തോന്നി? രാഗയുടെ ക്വസ്റ്റ്യന് നീ ഡയറക്റ്റഡ് ആൻസർ പറയൂ. നീ ഞങ്ങളുടെ ഫാദറിന്റെ മകളാണോ എന്ന് ഹെൽഗയും ചോദിക്കുന്നു. നാവിറോയും അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഫെലി ഇമോഷണൽ ആകുന്നു. അവൾ ദേഷ്യത്തിൽ, നിങ്ങളുടെ ഈ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യന് ഞാൻ എന്തിനാ ആൻസർ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ജോർദൻ ഫെലി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതോടെ കേൾക്കുമ്പോൾ ഫെലി ഫുള്ളായിട്ട് ബ്രേക്ക് ആകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഫേക്ക് ന്യൂസ് വിശ്വസിക്കുകയാണോ? എനിക്കത് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവൾ സാഡായിട്ട് അവിടുന്ന് പോകുന്നു. അതേസമയം ഈ കാര്യങ്ങളൊന്നും മിസ്റ്റർ ജോഹാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് രാമ എന്ന പേരുള്ള ഒരു പേഴ്സൺ വരുന്നു. എന്നിട്ട് മിസ്റ്റർ ജോഹാനോട് ന്യൂസ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. മിസ്റ്റർ ജോഹാൻ ഒരു ഫേമസ് ലോയറാണ്. തന്നെക്കുറിച്ച് സ്പ്രെഡ് ആകുന്ന ഈ ഫേക്ക് ന്യൂസിനെ കുറിച്ചെല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്. ഈ ന്യൂസ് എല്ലാം ഇപ്പോൾ വൈറലാണെന്ന് രാമ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഒരു പുതിയ ക്യാരക്ടറാണ് കാണിക്കുന്നത്. അയാൾ കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു കോൾ വരുന്നു. അത് അയാളുടെ ബോസ് ആയിരുന്നു. ഇന്നത്തെ ന്യൂസ് ചെക്ക് ചെയ്യാൻ ആ ബോസ് അയാളോട് പറയുന്നുണ്ട്. മിസ്റ്റർ ജോഹാനെ കുറിച്ചുള്ള ന്യൂസ് അയാളും കാണുന്നു. ആ ഗേളിന്റെ പേര് ഫെലിസിയ എന്നാണെന്ന് ബോസ് പറയുന്നു. ഇത് കേട്ട് ആ പേഴ്സൺ സർപ്രൈസ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി മിസ് അതിയുടെ കൂടെ ഓർഫനേജിലായിരുന്നു. അവൾ ഒരുപാട് സാഡായിരുന്നു. അപ്പോൾ നേരത്തെ കണ്ടിരുന്ന ആ പേഴ്സൺ അവിടേക്ക് വരുന്നുണ്ട്. ആ വന്ന പേഴ്സൺ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എൻ്റെ പേര് ആൻഡ്രിസ് ഗലണ്ട എന്നാണ്. ഞാൻ എൻ്റെ ഫാദറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഇത് കേട്ട് ഫെലി ഷോക്കാവുന്നു. മിസ് അതേ ഷോക്കാവുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി ആ പേഴ്സണുമായി സംസാരിക്കുകയാണ്. നിന്റെ മദറിന് ബട്ടർഫ്ലൈസ് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനാണ് ഈ നെക്ലേസ് അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നെക്ലേസ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഫെലി ഉണ്ടായപ്പോൾ മദർ ആദ്യം ചെയ്ത് ഈ നെക്ലേസ് ഊരി ഫെലി അണിയിപ്പിക്കുകയായിരുന്നു എന്നും ഫാദർ പറയുന്നു. ഇതെല്ലാം കേട്ട് ഫെലി ഇമോഷണൽ ആകുന്നുണ്ട്. അദ്ദേഹം പേഴ്സിൽ നിന്ന് 2 ഫോട്ടോസ് എടുത്ത് ഫെലിയെ കാണിക്കുന്നു. ഒരു ഫോട്ടോയിൽ ഒരു ലേഡി ബേബിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഫോട്ടോയിൽ ഫെലിയുടെ ഫാദർ ആണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് വന്നിരിക്കുന്ന ഈ പേഴ്സൺ ഒരു ബേബിയെ പിടിച്ചിരിക്കുകയാണ്. മിസ് സദയും ഈ ഫോട്ടോസ് കാണുന്നു. ഈ ലേഡിയാണ് നിന്നെ ഓർഫനേജിലേക്ക് കൊണ്ടുവന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും ഇവർ പറഞ്ഞിരുന്നു എന്ന് മിസ് സദ പറയുന്നുണ്ട്. ആ പേഴ്സൺ ഫെലിയോട് സോറി പറയുന്നു. നിന്റെ മദർ ആ സമയത്ത് ഒരുപാട് സിക്കായിരുന്നു. ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന കാരണം നിന്നെയും നിന്റെ മദറിനെ ടേക്ക് കെയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് നിന്നെ ഓർഫനേജിലാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്കിന്നും ഓർമ്മയുണ്ട് നിന്നെ ഈ ഓർഫനേജിൽ ഞങ്ങൾ ആക്കിയിട്ട് പോയ ദിവസം. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു. നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ മദറിൻ്റെ കൂടെ ഞാനും ഓർഫനേജിനകത്തേക്ക് വരാതിരുന്നത്. ഞാൻ പാർക്കിംഗ് ലോട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അന്ന് ഞങ്ങളുടെ ഇൻറ്റൻഷൻ കുറച്ച് ദിവസത്തേക്ക് നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ വേണ്ടിയായിരുന്നു. നിന്റെ മദറിൻ്റെ ഹെൽത്ത് ഓക്കെ ആകുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്നും. പക്ഷേ ആ അസുഖം നിന്റെ മദറിൻ്റെ ജീവനെ കൊണ്ടാണ് പോയത്. എൻ്റെ വൈഫിൻ്റെ മരണം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ ഡിപ്രഷനിലായി. എന്നെ സ്വയം നോക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെ ആ ടൈമിൽ ഞാൻ നിന്നെ കൂടി നോക്കുന്നത്? അതുകൊണ്ടാണ് ഇത്രയും നാളും നിനക്ക് ഈ ഓർഫനേജിൽ താമസിക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഫെലി ഒരുപാട് കരയുന്നു. അങ്ങനെ ഒരുപാട് സമയങ്ങൾ കടന്നുപോയി. അതിനുശേഷം നിന്നെ ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് രണ്ടും കൽപ്പിച്ച് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്കിപ്പോൾ നിന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. നിന്റെ കൂടെ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഡാഡ് പറയുന്നു. അദ്ദേഹം മിസ് സദയോട് ഫെലി അഡോപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് ഏതെങ്കിലും ഫാമിലി ഉണ്ടായിരുന്നോ ചോദിക്കുന്നു. അതെ, ഒരു ഫാമിലി ഫെലി അഡോപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിരുന്നു. പക്ഷേ അഡോപ്ഷൻ പ്രോസസ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഫെലി ഡിസൈഡ് ചെയ്യട്ടെ അവൾക്ക് ആരുടെ കൂടെ പോകണമെന്ന് മിസ് അത് പറയുന്നു. ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. നിന്റെ ഇഷ്ടം എന്താണോ ഞാൻ അത് എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുമെന്ന് ഫാദർ പറയുന്നു. എൻ്റെ വീട് ഈ സ്റ്റേറ്റിലല്ല, മറ്റൊരു സ്റ്റേറ്റിലാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരെയാണെന്നും ഫാദർ പറയുന്നുണ്ട്. ആലോചിക്കാൻ തനിക്ക് കുറച്ച് ടൈം വേണമെന്ന് ഫെലി പറയുന്നു. നിന്റെ തീരുമാനം എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞ് ഫെലിയോട് വീണ്ടും സോറി പറയുന്നുണ്ട്. അവളെ ഈ ഓർഫനേജിൽ ഉപേക്ഷിച്ച് പോയതിൽ. നിനക്ക് എന്നോട് സംസാരിക്കണം തോന്നുകയാണെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്യാൻ പറഞ്ഞ് അദ്ദേഹം അവൾക്ക് ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ രാഗയും ബ്രദേഴ്സും ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരികയാണ്. അവരുടെ കൂടെ ഫെലിയെ കാണാതെയാകുമ്പോൾ ഫെലിയെക്കുറിച്ച് മിസ്റ്റർ ജൊഹാൻ അവരോട് ചോദിക്കുന്നു. താങ്കളെക്കുറിച്ച് എന്തൊക്കെ ന്യൂസാണ് സ്പ്രെഡ് ആകുന്ന കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് രാഗ ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഫേക്ക് ആണെന്ന് മിസ്റ്റർ ജൊഹാൻ പറയുന്നു. പക്ഷെ ആരും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. രാഗ സർക്കാസ്റ്റിക്കായി, താങ്കൾക്ക് ഷുവർ ആണോ താങ്കൾ ഈ പറയുന്ന സത്യമാണെന്ന്? കാരണം ഇതിനു മുന്നേ താങ്കൾ ഞങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നും താങ്കൾ ആ ലേഡിയെ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് രാഗ പറയുന്നു. ഫ്ലാഷ് ബാക്കിൽ ഒരു ദിവസം രാഗ മോളിൽ വെച്ച് മിസ്റ്റർ ജൊഹാനെ ഒരു ലേഡിയുടെ കൂടെ കാണുന്നുണ്ട്. മിസ്റ്റർ ജൊഹാൻ രാഗയെ കാണുകയും ചെയ്യുന്നു. രാഗ ദേഷ്യത്തിൽ വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. മിസ്റ്റർ ജൊഹാൻ രാഗയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് മാരേജിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും ആ ലേഡിയെ നിങ്ങളെല്ലാവരെയും മീറ്റ് ചെയ്യിക്കാൻ വില്ലിംഗ് ആണെന്നും. പക്ഷേ രാഗ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. താങ്കൾക്ക് ആ ലേഡിയുമായി അഫെയർ ആണ്. താങ്കളുടെ ലൈഫിൽ ഞങ്ങൾ ആരും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ് താങ്കൾ ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് ഒന്നും ഷെയർ ചെയ്യാതിരുന്നതെന്നും അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ജോർദൻ അവനെ തടയുന്നു. ഡാഡ് പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ രാഗയോട് പറയുന്നുണ്ട്. മിസ്റ്റർ ജൊഹാൻ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഗ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ജോർദൻ അവനെ വീണ്ടും തടയുന്നു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ റീഓപ്പൺ ആകുകയാണെന്ന് ജോർദൻ പറയുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ പോയി കുറച്ച് നാൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് രാഗ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്.
ഫ്ലാഷ് ബാക്ക് ഇവിടെ വെച്ച് തീരുന്നു. മിസ്റ്റർ ജോഹാൻ 4 പേരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ 4 പേരും അല്ലാതെ എൻ്റെ ലൈഫിൽ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ ഫെലിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങളുടെ മദറിൻ്റെ ലാസ്റ്റ് വിഷായിരുന്നു, ഒരു മകൾ വേണം എന്നുള്ളത്. ഫെലിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകളായിട്ട് തോന്നി, അല്ലാതെ ഈ ന്യൂസുമായിട്ട് അതിന് ഒരു റിലേഷനും ഇല്ലെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ 4 പേർക്കും ചെറുതായിട്ട് വിശ്വാസമാകുന്നു. ഫെലി എൻ്റെ സ്വന്തം മകളല്ലെന്ന് മിസ്റ്റർ ജോഹാൻ വീണ്ടും പറയുന്നു. ഫെലി എവിടെയാണ്, അവൾ ഇപ്പോൾ ഒരുപാട് സാഡായിരിക്കുമെന്നും മിസ്റ്റർ ജോഹാൻ പറയുന്നുണ്ട്. താൻ ഫെലിയോട് അത്രയും മോശമായി സംസാരിച്ചതിൽ രാഗയ്ക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലോയി റെസ്റ്റോറൻറ്റിലിരുന്ന് ഈ ന്യൂസിലെ നോക്കാണ്. മിസ്റ്റർ ജോഹാന്റെ കരിയറിലും ബിസിനസ്സിലെല്ലാം ഈ ന്യൂസ് കാരണം ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന അവൾക്ക് മനസ്സിലാകുന്നു. താൻ ഈ ചെയ്തതിൽ അവൾ ചെറുതായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഈ സീനിൽ ഫെലി ഓർഫനേജിൽ ഇരിക്കുകയാണ്. മിസ്റ്റർ ജോഹാൻ അവളെ ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൾസ് ഒന്നും ഫെലി ആൻസർ ചെയ്യുന്നില്ല. അപ്പോൾ മിസ്റ്റർ ജോഹാനെ രാമ കോൾ ചെയ്യുന്നു. താങ്കളുടെ ഈ ന്യൂസ് കാരണം ഇൻവെസ്റ്റർ നമ്മുടെ ഫേമിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിഡ്രോ ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മിസ്റ്റർ ജോഹാൻ ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വായിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ റൂമേഴ്സിനെ കുറിച്ച് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റിലീസ് ചെയ്യാം. അതുമാത്രമല്ല, ഈ റൂമേഴ്സ് ആരാണ് സ്പ്രെഡ് ചെയ്യുന്ന കാര്യവും കണ്ടെത്താൻ രാമയോട് മിസ്റ്റർ ജോഹാൻ പറയുന്നുണ്ട്. ഫെലിയുടെ മൊബൈലിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ രാഗയും ജോർഡനും നാവിറും ഹെൽഗയെല്ലാം മാറി മാറി അവൾക്ക് മെസ്സേജ് ചെയ്യാണ്. അവരെല്ലാവരും അവളോട് സോറി പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരാനാണ് പറയുന്നത്. പക്ഷേ ഫെലി ഈ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. അവൾ ഫോൺ മാറ്റി വയ്ക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ന്യൂസിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഫെലി നോക്കുമ്പോൾ അവളുടെ പേര് മാത്രമല്ല ഫോട്ടോയും ഈ ന്യൂസിൻ്റെ കൂടെ വൈറലാകുന്നുണ്ട്. അവൾക്ക് ഒരുപാട് ടെൻഷൻ ആകുന്നു. അവൾ തന്നെ ഡാഡായ മിസ്റ്റർ ആൻഡ്രിയാസിനെ കോൾ ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ വെച്ച് സീൻ കട്ടാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി റെഡിയായി എവിടേക്ക് പോകാൻ ഇറങ്ങുകയാണ്. മിസ് അത് അവളുടെ അടുത്ത് വന്ന് നീ എവിടെ പോകാൻ ചോദിക്കുന്നുണ്ട്. രാഗയുടെ വീട്ടിൽ പോവുകയാണെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് മിസ് അത് ചെറുതായി ടെൻഷനിലാകുന്നു. ഇന്നലെ രാത്രി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നന്നായി ആലോചിച്ചു. ഒരു തീരുമാനത്തിലെത്തി. എൻ്റെ സ്വന്തം ഡാഡിൻ്റെ കൂടെ പോകാൻ ഞാൻ തീരുമാനിച്ചു. കാരണം കുട്ടിക്കാലം മുതലേ അതായിരുന്നു എൻ്റെ സ്വപ്നം എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് മിസ് അതേ ഹാപ്പി ആകുന്നുണ്ട്. നിന്റെ തീരുമാനം എന്തായാലും ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് മിസ് അത് പറയുന്നു. ഫെലി ഹാപ്പി ആകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഒരു കോൾ വരുന്നു. അവൾ പിക്ക് ചെയ്യുന്നുണ്ട്. രാഗയുടെ കോളായിരുന്നു. ഫൈനലി നീ കോൾ ആൻസർ ചെയ്തു എന്ന് പറഞ്ഞ് രാഗ അവളോട് സോറി പറയുന്നു. നീ എവിടെയാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഓർഫനേജിലാണ്. നിന്നെ മീറ്റ് ചെയ്യാനായി ഞാൻ വീട്ടിലേക്ക് വരികയാണെന്നും അവൾ പറയുന്നുണ്ട്. വീട്ടിൽ ആരുമില്ലെന്നും താൻ വർക്ക്ഷോപ്പിലാണെന്നും രാഘ പറയുന്നു. താൻ വർക്ക്ഷോപ്പിലേക്ക് വരാമെന്ന് ഫെലി പറയുന്നുണ്ട്. ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് രാഘ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം എന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ രാഘ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫെലി അവിടേക്ക് വരുന്നു. അവളെ കാണുമ്പോൾ അവൻ ആ വണ്ടിയിൽ തല ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ തല ഇടിക്കുകയും ചെയ്യുന്നു. നീ ഓക്കെ ആണോ, പെയിൻ ഉണ്ടോ എന്ന് ഫെലി ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഇഞ്ചുറീസ് ഒന്നും ഒരു പേടിയില്ല, പക്ഷേ നീ എന്നെ പറയാൻ പോകുന്ന വഴക്കിൽ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഫെലി സ്മൈൽ ചെയ്യുന്നു. സംസാരിക്കാനായി നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് രാഘ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിന്റെ വർക്ക് നീ കണ്ടിന്യൂ ചെയ്യൂ, നീ വർക്ക് ചെയ്യുന്നത് കാണുന്നത് എനിക്കിഷ്ടമാണെന്ന് അവൾ പറയുന്നു. ഫെലിയ റൂമേഴ്സിനെ കുറിച്ച് രാഘയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ തടയുന്നുണ്ട്. നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഡാഡ് ഞങ്ങളോട് പറഞ്ഞു ഈ റൂമേഴ്സ് എല്ലാം ഫേക്ക് ആണെന്ന്. ഇപ്പോൾ ഞങ്ങൾ ആരും ഈ റൂമേഴ്സിൽ ബിലീവ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവളോട് സോറി പറയുന്നുണ്ട്. അവൻ്റെ സോറി ഫെലി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നുള്ളൂ. അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാണെന്ന് ഫെലി പറയുന്നു. രാഘ കൺഫ്യൂസ് ആകുന്നുണ്ട്. ഇന്നലെ ഓർഫനേജിൽ എന്നെ കാണാനായി എൻ്റെ സ്വന്തം ഡാഡ് വന്നു. ആദ്യം ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം എൻ്റെ മദറിൻ്റെ ഫോട്ടോ കാണിച്ചു. മിസ് അത് മദറിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. എൻ്റെ ബയോളജിക്കൽ ഡാഡാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി.
നിനക്ക് വേണ്ടി ഞാൻ ഹാപ്പിയാണെന്ന് രാഘ പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നത്. എൻ്റെ ഡാഡ് എന്നോട് അദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട് മറ്റൊരു സ്റ്റേറ്റിലാണ്, ഇവിടുന്ന് ഒരുപാട് ദൂരെയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രാഘ സാഡാകുന്നു. അവന് എന്തു പറയണം എന്നറിയില്ല. താൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രാഘ പെട്ടെന്ന് അവിടുന്ന് പോകുന്നു. എന്നിട്ട് മാറി ഇന്ന് താൻ ഇപ്പോൾ സെൽഫിഷ് ആകാൻ പാടില്ല. ഫെലിയുടെ ഹാപ്പിനെസ്സിൽ അവളുടെ കൂടെ ഉണ്ടാകണം, താനും ഹാപ്പി ആകണമെന്ന് അവൻ സ്വയം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഫെലി നോക്കുമ്പോൾ അവൾ വരച്ചു കൊടുത്ത് ആ ഡ്രോയിങ് വെച്ച് രാഘ അവൻ്റെ കാറ് മോഡിഫൈ ചെയ്തിരിക്കുന്ന കാണുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. രാഘ അവളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ അവൻ സത്യത്തിൽ ഒരുപാട് സാഡായിരുന്നു. പക്ഷെ അവൻ ഒരു ഫേക്ക് സ്മൈലോടെ ഫെലിയോട് നിന്റെ തീരുമാനത്തിൽ ഞാൻ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഫെലി അവനോട് ആ മോഡിഫൈ ചെയ്ത കാറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിന്റെ ഡ്രോയിങ്സ് ഞാൻ യൂസ് ചെയ്തു, ഇനിയിപ്പോൾ എൻ്റെ ചാൻസാണ്. ഞാൻ പ്രോമിസ് ചെയ്ത കാര്യം ഫുൾഫിൽ ചെയ്യാനായി. നീ പോകുന്നതിന് മുന്നേ ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്. രാഘ അവളോട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പറയുന്നു. പക്ഷേ ഫെലിക്ക് പേടിയായിരുന്നു. അവൾ ഇരിക്കാൻ തയ്യാറാകുന്നില്ല. രാഘ അവളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ പഠിക്കാനായി നമ്മൾ സ്വയം ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവൻ പറയുന്നു. എന്നിട്ടും ഫെലി പേടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്ര പെട്ടെന്ന് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ രണ്ടുപേർക്കും ആക്സിഡൻസ് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അവൻ പറയുന്നു. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു. ഫെലിയോട് ബേസിക് കാര്യങ്ങളെല്ലാം രാഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഡ്രൈവ് ചെയ്യാൻ അവൾക്ക് ഒരുപാട് പേടിയായിരുന്നു. പക്ഷെ രാഘ സപ്പോർട്ട് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അവൾ എൻജോയ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. രാഘ ബ്രേക്കിനെ കുറിച്ചും ആക്സിലേറ്ററിനെ കുറിച്ചും എല്ലാം ഫെലിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ശ്രദ്ധിക്കാനായി ഫെലി അവന് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് രാഘ റിയലൈസ് ചെയ്യുന്നില്ല. അവൻ അവളെ നോക്കുന്നു. അപ്പോഴേക്കും രണ്ടുപേരുടെയും ഫേസ് ഒരുപാട് ക്ലോസ് ആയിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുന്നുണ്ട്.